Module 5 Different modes in gun diode. First one, gun oscillation mode. So last class നമ്മൾ ഗൺ ഡയോഡ് പറഞ്ഞപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഗൺ ഡയോഡിന് ഡിഫറെൻറ്റ് മോഡ്സ് ഉണ്ട് ആൻഡ് ദാറ്റ് മോഡ് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ദ പാരാമീറ്റർ എൻ നോട്ട് ഇൻറ്റു എൽ where N naught is the doping concentration and L is the length of the specimen. So here N naught L between 10 raised to 12 and 10 raised to 14 ആണെങ്കിൽ ഗൺ ഡയോഡിന് ഗൺ ഓസിലേഷൻ മോഡ് എക്സിബിറ്റ് ചെയ്യും. യൂഷ്വലി ഒരു ഗൺ ഡയോഡ് എടുക്കുകയാണെങ്കിൽ അതിൽ എൻ നോട്ട് എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 raised to 12 per centimeter square ആണ്. ആൻഡ് ഈ ഒരു വാല്യൂ വരുന്ന ടൈമിൽ ഗൺ ഡയോഡിന് അക്രോസ് ഒരു ഹൈ ഫീൽഡ് ഡൊമൈൻ ഉണ്ടാവും ആൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ത്രഷോൾഡ് ആണ്. മീൻസ് ഇലക്ട്രിക് ഫീൽഡ് ഗ്രേറ്റർ ദാൻ ത്രഷോൾഡ് ആകുമ്പോഴാണ് ഡൊമൈൻ ഫോം ചെയ്യുക. ദെൻ ഈ ഒരു ഡൊമൈൻ കാഥോഡ് ടു ആനോഡ് ഷിഫ്റ്റ് ചെയ്യും. സോ ഈ ഒരു ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ആ ഒരു ഷിഫ്റ്റിംഗ് കാഥോഡ് ടു ആനോഡ് ഡൊമൈൻ ഡ്രിഫ്റ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് വെൻ ഇറ്റ് റീച്ചസ് ആനോഡ്. ആനോഡ് സൈഡിൽ ഈ ഡൊമൈൻ എത്തിക്കഴിഞ്ഞാൽ അതവിടെ കളക്റ്റഡ് ആവും. അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ആ ഒരു സ്പെസിമെനിന് അക്രോസ് ഉള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ബിലോ സസ്റ്റെയിനിങ് ഫീൽഡായി കഴിഞ്ഞാലും ഡൊമൈൻ ഡ്രിഫ്റ്റിംഗ് സ്റ്റോപ്പ് ആകും. സോ ഈ ഒരു സസ്റ്റെയിനിങ് ഫീൽഡ് വെച്ചിട്ടാണ് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി പറയുക. സസ്റ്റെയിനിങ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് 10 raised to 7 centimeter per second ആണ്. ദെൻ ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യുന്നതിനനുസരിച്ച് ഡ്രിഫ്റ്റ് വെലോസിറ്റിയും വേരി ചെയ്യുന്നു എന്ന് പറഞ്ഞു. സോ ഈ ഒരു ഗൺ ഡയോഡിന് 3 different modes ഉണ്ട്. First one, transit time domain mode. Second one, delayed domain mode. Third one, quenched domain mode. The first one, transit time domain mode. So നേരത്തെ പഠിച്ച ഒരു ഇക്വേഷൻ ആണ് ഫ്രീക്വൻസി ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു വി ഡി ബൈ എൽ. ദാറ്റ് മീൻസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് എഫ് ഇൻറ്റു എൽ ആണ്, which is equal to 10 raised to 7 centimeter per second. ഈ ഒരു ട്രാൻസിറ്റ് ടൈം മോഡിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് 10 raised to 7 centimeter per second ആണ്. ആൻഡ് ദിസ് മോഡ് ഇസ് ഓൾസോ നോൺ ആസ് ഗൺ മോഡ്. ട്രാൻസിറ്റ് ടൈം ഡൊമെയിൻ മോഡാണ്. ട്രാൻസിറ്റ് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യും. ട്രാൻസിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ കാഥോഡ് ടു ആനോഡുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് ട്രാൻസിറ്റ് ടൈം എന്ന് പറയുക. സോ ഇവിടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് സസ്റ്റെയിനിങ് വെലോസിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് നമുക്ക് എഴുതാം വി ഡി ഇസ് ഈക്വൽ ടു വി എസ് ഇസ് ഈക്വൽ ടു എഫ് എൽ. ദാറ്റ് ഈസ് നിയർലി ഈക്വൽ ടു 10 raised to 7 centimeter per second. ആൻഡ് ഇവിടുത്തെ ഓസിലേഷൻ പീരീഡ് ടോ നോട്ട് എന്ന് പറയുന്നത് ഈക്വൽ ടു ട്രാൻസിറ്റ് ടൈം ആണ്, ടോ ടി ആണ്. സോ ആ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ആ ഒരു സിഗ്നൽ കൊളാപ്സ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കളക്ട് ചെയ്തിട്ടുള്ളത് ടോ ടിയിലാണ്. ആ ഒരു ടോ ടി വരുമ്പോഴാണ് ആ സിഗ്നൽ കംപ്ലീറ്റ് ആ ഒരു ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ആവുക. സോ ഈ ഒരു ട്രാൻസിറ്റ് ടൈം ഡൊമൈൻ മോഡിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഓസിലേഷൻ പീരീഡ് എന്ന് പറയുന്നത് ട്രാൻസിറ്റ് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ആ ഒരു ഡൊമൈൻ കൊളാപ്സ് ആവുന്നത് വെൻ ഇറ്റ് റീച്ചസ് ദി ആനോഡ് എൻഡ്. ആനോഡ് എൻഡ് എത്തുമ്പോൾ മാത്രമാണ് ആ ഒരു ഡൊമൈൻ കളക്ട് ചെയ്യുള്ളൂ. ഇൻ ബിറ്റ്വീൻ ഒന്നും ആ ഒരു ഡൊമൈനെ കളക്ട് ചെയ്യില്ല. ആ ഡൊമൈൻ കാഥോഡ് ടു ആനോഡ് വരെ മൂവ് ചെയ്തിട്ടാണ് അവിടെയാണ് അത് ടെർമിനേറ്റ് ആവുക. സോ എഫിഷ്യൻസി അതുകൊണ്ട് തന്നെ അവിടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ബിലോ 10% ആണ്. ആൻഡ് ഈ ഒരു മോഡ് ഇറ്റ് ഡസൻറ്റ് റിക്വയർ എനി എക്സ്റ്റേണൽ സർക്യൂട്ട്. സോ ഒരു ഫിഗർ വരയ്ക്കുമ്പോൾ ഈ ടി എച്ച് എന്ന് പറയുന്നത് ത്രഷോൾഡ് ഇലക്ട്രിക് ഫീൽഡാണ്. ഈ എസ് എന്ന് പറയുന്നത് സസ്റ്റെയിൻഡ് ഇലക്ട്രിക് ഫീൽഡാണ്. കംപ്ലീറ്റ് സിഗ്നൽ വരുന്നത് ടോ ഈക്വൽ ടു ടോ ടി, ടോ നോട്ട് ഈക്വൽ ടു ടോ ടി എന്ന് പറയുന്നു. ട്രാൻസിറ്റ് ടൈം എത്തുമ്പോഴാണ് ആ ഒരു സിഗ്നൽ കംപ്ലീറ്റ് ആവുക. നെക്സ്റ്റ് ഈസ് ഡിലേഡ് ഡൊമൈൻ മോഡ്. ആൻഡ് ദാറ്റ് drift velocity is between 10 raised to 6 and 10 raised to 7 and it is also known as inhibited mode. So ഇവിടെ നമ്മൾ ട്രാൻസിറ്റ് ടൈം സെറ്റ് ചെയ്യുന്നത് ഡൊമൈൻ കളക്ട് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലെസ് ദാൻ ETH ആണ്. വൺസ് ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾ ബയസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ബിലോ ത്രഷോൾഡ് ആയിക്കഴിഞ്ഞാൽ, ആ ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നോക്കുകയാണെങ്കിൽ ബിലോ ത്രഷോൾഡ് ആയിക്കഴിഞ്ഞാൽ ഡൊമൈൻ കളക്ട് ചെയ്യും. എപ്പോഴൊക്കെ ഇലക്ട്രിക് ഫീൽഡ് ബിലോ ത്രഷോൾഡ് ആയിക്കഴിഞ്ഞാൽ ഡൊമൈൻ കളക്ട് ചെയ്യും. ആൻഡ് പിന്നെ ഒരു പുതിയ ഡൊമൈൻ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഗ്രേറ്റർ ദാൻ ത്രഷോൾഡ് ആവണം.
ഇലക്ട്രിക് ഫീൽഡ് ഗ്രേറ്റർ ദാൻ ത്രെഷോൾഡ് ആയാൽ മാത്രമാണ് അടുത്തൊരു ഡൊമൈൻ ഇതുപോലെ ഫോം ചെയ്യുള്ളൂ. സോ ഇവിടെ ഓസിലേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2t ആണ്. ആ ഒരു ഫിഗർ നോക്കുകയാണെങ്കിലും സിഗ്നൽ കൊളാപ്സ് ചെയ്തിട്ടുള്ളത്, കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രേറ്റർ ദാൻ 2tയിലാണ്. ആൻഡ് എഫിഷ്യൻസി ഈസ് 20%. Next is quenched domain mode, in that drift velocity is greater than 10 raised to 7 centimeter per second. സോ ഇവിടെ ആ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ ബയസിങ് വോൾട്ടേജ് എന്ന് പറയുന്നത് സസ്റ്റെയിൻഡ് ഇലക്ട്രിക് ഫീൽഡിനെക്കാട്ടിയും താഴെ പോയി. വൺസ് സസ്റ്റെയിൻഡ് ഇലക്ട്രിക് ഫീൽഡിനെക്കാട്ടിയും താഴെ പോയി കഴിഞ്ഞാൽ അത് കൊളാപ്സ് ആകും. സോ നമുക്ക് തന്നെ പറയാം, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ബയസിങ് ഫീൽഡ് സസ്റ്റെയിൻഡ് ഇലക്ട്രിക് ഫീൽഡിനെക്കാട്ടിയും ബിലോ ആയിക്കഴിഞ്ഞാൽ ഡൊമൈൻ കൊളാപ്സ് ചെയ്യും. ഡൊമൈൻ കൊളാപ്സ് ചെയ്യുക അല്ലെങ്കിൽ ഡൊമൈൻ ക്വെഞ്ച് ചെയ്യുമെന്ന് പറയും. സോ അതാണ് ക്വെഞ്ച്ഡ് ഡൊമൈൻ മോഡ് എന്ന് പറയുന്നത്. സോ ആ ഒരു ട്രാൻസിറ്റ് ടൈം വരെ എത്തുന്നില്ല, കംപ്ലീറ്റ് ആവുന്നില്ല. 2tക്ക് മുന്നേ തന്നെ ഈ ഒരു കൊളാപ്സ് നടക്കുകയാണ്. ദാറ്റ് മീൻസ് ആ ഒരു സ്പെസിമെനിൻ്റെ അകത്ത് തന്നെ ആനോഡ് എത്തുന്നില്ല. കാഥോഡിൽ നിന്ന് ഡൊമൈൻ സ്റ്റാർട്ട് ചെയ്ത് വിത്തിൻ ദി സ്പെസിമെൻ ആ ഒരു ഡൊമൈൻ ക്വെഞ്ചായി പോകും അല്ലെങ്കിൽ കൊളാപ്സ് ആയി പോകും. ദെൻ പിന്നെ ഒരു ഡൊമൈൻ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ബയസിങ് ഫീൽഡ് എബവ് ത്രെഷോൾഡ് വരണം. സോ ഇവിടുത്തെ ഓസിലേഷൻ പീരീഡ് എന്ന് പറയുന്നത് ടോ നോട്ട് ലെസ് ദാൻ 2t ആണ്. ആൻഡ് ഇവിടുത്തെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഹയർ ദാൻ ദി ഗൺ ഓർ ഡിലേഡ് മോഡ്. ദാറ്റ് മീൻസ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ആൻ എക്സ്റ്റേണൽ സർക്യൂട്ട്. സോ ഒരു ഫിഗർ വരയ്ക്കുമ്പോൾ, സൈൻ വേവ് വരയ്ക്കുമ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ബിലോ സസ്റ്റെയിൻഡ് ഇലക്ട്രിക് ഫീൽഡ് സിഗ്നൽ പോകണം. Next is limited space charge accumulation mode, in that drift velocity is greater than 2 into 10 raised to 7 centimeter per second. That means ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വെഞ്ച്ഡ് മോഡിന് ഇക്വലൻ്റ് ആണ്. അതേപോലത്തെ ഒരു കണ്ടീഷനാണ് ഇവിടെയും. പക്ഷേ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് വെരി മച്ച് ഹയർ ദാൻ ദി ക്വെഞ്ച്ഡ് മോഡാണ്. സോ ദിസ് ലിമിറ്റഡ് സ്പേസ് ചാർജ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി സിംപ്ലസ്റ്റ് മോഡ് ഓഫ് ഓപ്പറേഷനാണ്. ഇവിടെ ഗൺ ഡയോഡ് ഒരു റെസൊണൻറ്റ് സർക്യൂട്ടിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഗൺ ഡയോഡും ഒരു എക്സ്റ്റേണൽ സർക്യൂട്ടും വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ആ ഒരു റെസൊണൻറ്റ് സർക്യൂട്ടിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വെരി മച്ച് ഹയർ ദാൻ ദി ട്രാൻസിറ്റ് ടൈം മോഡ്. സോ ഈ ഒരു ഡൊമൈനിൽ, ഈ ഒരു മോഡിൽ ഡൊമൈൻ ഫോം ചെയ്യില്ല. ദാറ്റ് മീൻസ് ഫോം ചെയ്ത് അപ്പം തന്നെ അത് കൊളാപ്സ് ആയി പോവാണ്. ഈവൻ അത് ഡൊമൈൻ ഫോം ചെയ്യുന്നു എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല, അത് വേഗം പോകും. മീൻസ് വൺസ് ആ ഒരു ഡൊമൈൻ ഫോം ചെയ്താൽ റെസൊണൻറ്റ് സർക്യൂട്ടിൽ നിന്നുള്ള സിഗ്നൽ അതിനെ ക്വെഞ്ച് ചെയ്ത് കളയും. 5V ക്യാരയിലെ നെഗറ്റീവ് പോർഷനിലാണ് ത്രൂ ഔട്ട് ആ ഒരു സിഗ്നൽ ഡൊമൈൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. സോ ഇവിടെ ഡൊമൈൻ ഫോം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഡൊമൈൻ ഫോം ചെയ്യാൻ ടൈമില്ല, അതപ്പം തന്നെ ക്വെഞ്ച്ഡ് ആയി പോകും. സോ ഇലക്ട്രിക് ഫീൽഡ്, ആ ഒരു ഡിവൈസിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി യൂണിഫോം ത്രൂ ഔട്ട് ആൻഡ് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി അപ്ലൈഡ് വോൾട്ടേജ്. ദെൻ എഫിഷ്യൻസി എന്ന് പറയുന്നത് 20% ആണ്. സോ ഇവിടെ കണ്ടീഷൻ ടോ നോട്ട് എന്ന് പറയുന്നത് വിൽ ബി ലെസ് ദാൻ 2t ആൻഡ് ടോ നോട്ട് എന്ന് പറയുന്നത് ഓസിലേഷൻ പീരീഡ് എന്ന് പറയുന്നത് 3 times 2d ആണ്.